ഹായ് ഹായ്, ഏവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ലോട്ടറി എന്തെങ്കിലും അടിച്ചോ? ഒരു ലോട്ടറി അടിച്ചു. പക്ഷേ ലോട്ടറി എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കതൊരു ലോട്ടറിയാണ്. അതായത് 10K സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു ചവിട്ടുപടിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങളവിടെ എത്താൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇതുവരെ ഇന്നലെ വരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്, അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലുപരിയായിട്ട് സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും പോലെ തന്നെ ഞങ്ങൾ വെറുതെ ഒരു ചാനൽ തുടങ്ങി. അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എന്താണ് ഏതൊന്നും അറിയത്തില്ല. വെറുതെ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് ദിവസം വീണ്ടും നിർത്തി വെച്ചു. ഒന്നും വേണ്ടാന്ന് വെച്ചത് നിർത്തി വെച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മീനിനെ കിട്ടി. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് അതിലോട്ട് ഇടുന്ന ഒരു വീഡിയോ ഞങ്ങൾ വെറുതെ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്തു. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാതിരുന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു 1000 വ്യൂസൊക്കെ 1800 വ്യൂസൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്. ഒരു 50-100 വ്യൂസ് എന്നൊക്കെ ഇത്രയും പെട്ടെന്ന് വ്യൂസ് കയറിയപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. അതിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ, വീണ്ടും വീഡിയോസ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ചേട്ടൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ ഞാനാണ് ചേട്ടനെ ഇത്രയും ഇതിലോട്ട് കൊണ്ടുവന്നത്. നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ചേട്ടനെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ അത്രയും സന്തോഷം ഞങ്ങൾക്ക്. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ് കേട്ടോ, വലിയ ഒരു കാര്യമാണ് ഈ 10K എത്തിയത്. ഓരോരുത്തർ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ, എന്നാൽ പോലും അവർ ചാനലൊന്നും ഇതാവാത്ത ഒരു അവസ്ഥ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അത്രത്തോളം അതിനേക്കാളും ഞങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ എത്തിയെന്ന് പറയാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്താനായിട്ട് സാധിച്ചത് നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സന്തോഷം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. പിന്നെ 1-2 കാര്യം കൂടെ പറയാമെന്ന് വെച്ചാൽ, ഈ ചാനൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ തുടക്കക്കാർ തന്നെ, എന്നാലും ഒരു ചാനൽ തുടങ്ങുമ്പോൾ 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മളെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നും പ്രോപ്പറായിട്ട്. 1-2 വീഡിയോസ്, 2 മിനിമം ഒരു 4-5 വീഡിയോസൊക്കെ വെച്ച് നമ്മൾ തുടക്കക്കാർ എന്നും ഇടണം. അത് മാത്രം അല്ല, ഞങ്ങൾ ഒരു ടൈം അല്ലേ ഏട്ടാ, അതിനായിട്ടൊരു ടൈം നമ്മൾ സെറ്റ് ചെയ്യണം. ടൈം സെറ്റ് ചെയ്യണം പക്ക. ഞങ്ങളിപ്പോൾ ഒരു 8:30 അല്ലേ രാത്രി 8:30 ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കത് പക്കാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആ സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യൂസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം. അത് മാത്രമല്ല പിന്നെ ഒരു പ്രോപ്പറായിട്ട് ടൈം സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലൈവ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് അവറൊക്കെ കയറും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിലെത്താനായിട്ട് സാധിച്ച ആ ഒറ്റ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ടൈം. ഇത് രണ്ടും ഞങ്ങൾ പക്കായിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് തുടക്കക്കാരടുത്ത് ഞങ്ങൾക്ക് പറയാനുള്ള ആ ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇത് രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അങ്ങനെ ചെയ്യരുത്, ആ മെത്തഡിൽ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക എന്ന്. പിന്നെ നമ്മളിപ്പോൾ ആരുടെ പാതയും നമ്മൾ പിന്തുടരാൻ പോകുന്നില്ല. അതായത് ഒരാൾ ചെയ്യുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും പക്ഷെ അവർ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡിലോട്ട് നമ്മൾ പോകാറില്ല. നമ്മളതായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം വീഡിയോസിൽ. പിന്നെ ചിലവരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലവരുടെ വീഡിയോസ് നോക്കുമ്പോൾ അപ്പോൾ ക്യാമറ നോക്കിയാണ് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് കാണുന്നവര്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്നവരുണ്ടല്ലോ, അപ്പം അവർക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഇതിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി കൂടെയാണ് ഈ 2-3 കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഈ 2-3 കാര്യം. ഒന്നാമത്തത് പ്രോപ്പറായിട്ട് വീഡിയോ, രണ്ടാമത്തെ ടൈം. അതുമാത്രമേ ഞങ്ങൾ ഒരിക്കലും ക്യാമറയിൽ നോക്കി നമ്മൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കും. അത് ക്യാമറയിൽ നോക്കി ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് 10K കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അതിൽ നമുക്ക് 10K അടിക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിലുപരിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷയോടെ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ, കമന്റ് ചെയ്യൂ. ഓക്കെ, ബൈ.